അപ്പോൾ ഇന്ന് തൃശ്ശൂർ പോയിട്ട് വരാൻ നമ്മൾ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം എത്തിയ വശം ഞങ്ങൾ നേരെ അടുക്കളയ്ക്കാണ് പോയത് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വരുമ്പോൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അച്ഛൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ അതെടുത്തിട്ട് അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പുറത്ത് ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മെയിൻ പരിപാടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പുറത്ത് കയറി ഇരിക്കുക, അമ്മ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്യുക. നോക്കിയപ്പോൾ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അപ്പുറത്ത് കുറച്ച് പുട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ. അപ്പം ആ മീൻകറി വെച്ചിട്ട് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളെ നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട്, കാരണം പെലയായിരുന്നു. അപ്പം ഇന്നാണ് പെലക്ക് വീട് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു ഈ ചിക്കൻ കഴുകി തായോ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ് വേഗം എൻ്റെ വാച്ചൊക്കെ ഉരുകൊണ്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും ചിക്കനൊക്കെ കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞ് ചിക്കൻ കറിക്കുള്ള സബോള അരിഞ്ഞു തരാൻ. ഇത് ഞാനും കുഞ്ഞനും കൂടിയിട്ട് കുറേ പണ്ടത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് അതൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് അമ്മ ചിക്കൻ കറിക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പണി ഇങ്ങനെ ചടപ്പെടാന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ 8 മണിക്കാണ് വീടെത്തിയത് തന്നെ. ഒരു 9:30 ആകുമ്പോൾ നമ്മൾ ഫുഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ മസാല പറ്റുന്ന പണി എനിക്ക് തന്നെ കിട്ടിയിട്ട്, കാരണം അമ്മയുടെ കൈ മുറിഞ്ഞിരിക്കുകയാണ്, കുഞ്ഞിൻ്റെ കൈ മുറിഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ തന്നെ മസാലയൊക്കെ വരട്ടി കൊടുത്തു. പിന്നെ കുറച്ച് നേരത്തെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കൈ നല്ല ചിട്ടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എന്താണെന്നുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാത്തുമ്മയ്ക്ക് കുഞ്ഞൻ മാത്രം ഫുഡ് വിളമ്പി കൊടുത്താൽ മതി, നമ്മൾ ആരും ആളെ മെയിൻ ചെയ്യാൻ പാടില്ല. ഇപ്പുറത്ത് പിന്നെ എല്ലാവരും ചുറ്റും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. കാത്തുമ്മ കുഞ്ഞൻ എപ്പോഴും വിട്ടിട്ടില്ല, കുഞ്ഞൻ വായിൽ വെച്ച് തന്നാൽ മതി എന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛനും ബേബിയും ബ്രെഡും ചിക്കൻ കറി കഴിച്ചത്. ഞാൻ അമ്മ അച്ഛനൊക്കെ ചോറും മീൻകറി മീൻ വറുത്തതൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഒന്നും കഴിക്കാതെ കഴിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ പച്ചക്കറി കണ്ടുകൂടാ, ഇറച്ചി മീനും കൂട്ടി ഫുഡ് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനാണ് ഇത്രയും ദിവസം പച്ചക്കറി മാത്രം കഴിച്ചത്. പിന്നെ ഇറച്ചി മീനും കണ്ട് വെറുതെ വിടൂ, നല്ല നിലയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ചതിൻ്റെ ശേഷം പിന്നെ കുറച്ച് നേരത്തേക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവർക്ക് വേണ്ടി പൊറോട്ട ഓർഡർ ചെയ്താണ്. പക്ഷേ അന്ന് റിസൾട്ട് വന്ന ഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ടോ 1 മണിക്കൂർ പിടിച്ച് പൊറോട്ട എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബ്രെഡ് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഒരു വീഡിയോ ഞാൻ എല്ലാവരും ഒരു ഫ്രെയിമിൽ പെടാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ എല്ലാവരും പെട്ടില്ല, അത്യാവശ്യം വലിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് തിരിച്ചും പിടിച്ചൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ കുണുക്ക ഫുഡ് കഴിച്ചില്ല. കുണുക്ക ചിക്കൻ വറുത്ത് കഴിച്ചിട്ട് വയറ് ഫുള്ളാന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിച്ചില്ല. ഫുഡ് കഴിച്ചാൽ മാത്രം പോരല്ലോ, പിന്നെ അടുക്കള വൃത്തിയാക്കില്ല. അങ്ങനെ കുറേ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം സെറ്റ് ചെയ്യുമ്പോൾ ഫോണിലൊക്കെ കളിച്ചിരുന്നു. അപ്പുറത്ത് നമ്മളെ കാത്തുമ്മ കുഞ്ഞിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ അടുത്തൊന്നും മാറണേ ഇല്ല കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ ഇവിടെ എത്തിരിക്കുള്ളൂ. ബായ്.